ഹലോ നമസ്കാരം, ഞാൻ ബിന്ദു വിപിൻ. ബിന്ദു സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് പഴുത്തുപോയ നേന്ത്രപ്പഴമൊക്കെ കയ്യിലുണ്ടാകുമ്പോൾ ആ നേന്ത്രപ്പഴം എന്ത് ചെയ്യണം എന്നറിയാതെ ചെറിയൊരു കൺഫ്യൂഷനൊക്കെ ചിലപ്പോഴെങ്കിലും നമുക്ക് ഉണ്ടാവാറുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ ഒരുപാട് പഴുത്തുപോയ നേന്ത്രപ്പഴമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അതുകൊണ്ടുണ്ടാക്കാവുന്ന വളരെ ഹെൽത്തിയായ വളരെ ടേസ്റ്റിയായ ഒരു വിഭവമാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. ഇതാണ് എൻ്റെ കയ്യിലുള്ള പഴം. എല്ലാവരും കഴിച്ചു, ഇതേ പഴമൊക്കെ കഴിച്ച് ബാക്കി വന്ന പഴമാണ്. ഇതിപ്പോൾ കളറൊക്കെ മാറി, ഇതിപ്പോൾ ഇങ്ങനെയായി. അതുകൊണ്ട് തന്നെ ഇനി ഇതാരും കഴിക്കില്ല. ഇത് കണ്ടാൽ ആർക്കും ഇഷ്ടപ്പെടില്ല, ഇത് കഴിക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പഴം കൊണ്ട് എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കാമെന്ന്. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്ക് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ പഴം ഒന്ന് പുഴുങ്ങിയെടുക്കട്ടെ. പഴം പുഴുങ്ങിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ പകർത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം. പുഴുങ്ങിയ പഴമൊക്കെ തൊലി കളഞ്ഞിട്ട് ഞാനൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കണം കേട്ടോ. ഇത് നന്നായിട്ട് ഒരു സ്പൂണോ അല്ലെങ്കിൽ കൈകൊണ്ട് ചെയ്താലും മതി. നന്നായിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കുക. മിക്സിയിലിട്ടിട്ട് അരയ്ക്കൊന്നും ചെയ്യരുത്. ഇങ്ങനെ ഈ കയ്യിലോ അല്ലെങ്കിൽ സ്പൂണോ ഫോർക്കോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിങ്ങനെ ഉടച്ചെടുക്കാനേ പാടുള്ളൂ. നന്നായി പഴുത്ത പഴമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉടച്ചെടുക്കാൻ പറ്റി. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് നാളികേരം ചിരകിയെടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇനി മധുരത്തിന് ആവശ്യമുള്ള അത്രയും പഞ്ചസാരയൊക്കെ അവരവരുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഞാൻ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിലും ചേർക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണം. ഗോതമ്പ് പൊടി ചേർത്തിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്യാം. ഇതിൽ ഗോതമ്പ് പൊടി തന്നെ ചേർക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ കയ്യിൽ അരിപ്പൊടി ഉണ്ടെങ്കിൽ അരിപ്പൊടി ചേർക്കാം, അല്ല റാഗിപ്പൊടി ആണെങ്കിൽ റാഗിപ്പൊടി ചേർക്കാം, റവയാണെങ്കിൽ റവയും ചേർക്കാം. അങ്ങനെ ഏത് പൊടി ചേർത്തിട്ടും ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാം. കുറേശ്ശെ പൊടി ചേർത്തിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇത് മിക്സായി വരാൻ എത്ര ഗോതമ്പ് പൊടി വേണോ അത്രയും ചേർക്കാം കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് ഇല വേണം. ഞാനിതിനു വേണ്ടി കുറച്ച് ഇല വാട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഇല ഓരോന്നായിട്ട് എടുക്കാം. ഇലയിലേക്ക് ഈ മിശ്രിതം കുറച്ച്, ഇനി ഈ ഇല ഇങ്ങനെ മടക്കാം. ഇതിങ്ങനെ മടക്കിയിട്ട് കൈകൊണ്ട് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കും. കൈകൊണ്ട് പരത്താൻ പറ്റും, പക്ഷേ ഇത് കുറച്ചിങ്ങനെ അധികം കട്ടിയില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് കൈകൊണ്ട് പരത്തിയാൽ ചിലപ്പോൾ ശരിയാവില്ല. അപ്പോൾ ഇത് ഇങ്ങനെ പരത്തി ഇത് മാറ്റി വയ്ക്കാം. അടുത്തൊരു ഇല എടുക്കാം. ഇതേപോലെ തന്നെ ഇതിലേക്ക് ഈ ഒരു മിശ്രിതം വെച്ച് കൊടുക്കാം. ഈ സ്പൂൺ കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്നങ്ങനെ പരത്തിയെടുക്കാം കേട്ടോ. ഇനി ഇതിങ്ങനെ മടക്കാം. ഇങ്ങനെ മടക്കുമ്പോൾ തന്നെ ഇത് കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ. ഇത്രയും മതി. ഇങ്ങനെ എല്ലാ ഇലയപ്പവും ഇതുപോലെ പരത്തിയെടുക്കാം. ഇലയപ്പം എല്ലാം റെഡിയാക്കി വെച്ചു. ഇനി ഇത്
ആവിയിൽ പുഴുങ്ങിയെടുക്കുക. ഇലയപ്പം നന്നായി പുഴുങ്ങിയെടുത്തു. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. നല്ല ചൂടുണ്ട്. ചൂടാറിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റിയായ ഹെൽത്തിയായ ഇലയപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനിതൊന്ന് തുറന്ന് കാണിക്കാം. ദേ ഇത് കണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ നല്ല സോഫ്റ്റാണെന്ന്. അതെ, നല്ല സോഫ്റ്റായിട്ടുള്ള ഇലയപ്പം, നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ നന്നായി പഴുത്ത പഴമൊക്കെ കയ്യിലുണ്ടെങ്കിൽ കളയരുത് കേട്ടോ. ഇതുപോലെ ഇലയപ്പം ഉണ്ടാക്കി കുട്ടികൾക്ക് മുതിർന്നവർക്കും ഒക്കെ വൈകുന്നേരം സ്നാക്സിനായിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നല്ല ഒരു ഗ്ലാസ് ചായയോ കാപ്പിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റായി. നല്ല ഒരു ഗ്ലാസ് ചായയുടെ കൂടെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഇലയപ്പം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. നമസ്കാരം.